താഴെ സ്റ്റേജിൽ നിന്ന് കുറച്ച് കുക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ തുണി അനച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് താഴത്തോട്ട് പോയിട്ട് സ്റ്റേജിയുടെ കുക്കിംഗ് ഒന്ന് കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി. എന്തൊക്കെയായി? എന്താണ് ഇവിടെ? എന്താണ് കുക്കിംഗ്? ആയി വരൂ, അതോ ചിക്കൻ ഫ്രൈ ആവൂ? അവനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര കോൺസെൻട്രേഷൻ. പൗഡർ ഇടുന്നുണ്ട്. മാറിയാൽ രാവിലെ തൊട്ട് പണിയെടുത്തത് വേസ്റ്റ്. എന്നോട് മൈദ മാവ് വാങ്ങിട്ട് വരാൻ പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ ദോശ ഇടാനാണ് കേട്ടോ. പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇത്രയും സംഭവം ഇവിടെ നടന്നു എന്നറിഞ്ഞത്. ഈശ്വരാ, ഭഗവാനെ, കൃഷ്ണ കാത്തോണേ. 1 2 3 കാണാനില്ലല്ലോ ബാക്കി രണ്ടിന്. അവരതിലൊരു ഓയിൽ ടൂറിന് വേണ്ടി പോയേക്കുക. ഇതൊക്കെല്ലാം പൈസ ആയിരിക്കും. ഇത് ഞാൻ എടുക്കും. അത്രേ ഉള്ളൂ. ഇതൊന്നുമല്ല കോമഡി. ഇപ്പൊ നോക്കിക്കോളാം. ചെയ്യാത്ത കുറ്റമാണെങ്കിൽ എന്തെന്ന് വെച്ചാൽ അപ്പ പോയി കൂട്ടിക്കയറുന്ന മുതലാണ്. മണമുണ്ടല്ലേ? കറക്റ്റ് മണമല്ലേ? അതാണ് ആദ്യം ഇട്ട കേസ് ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് ബാക്കി പീസ് കോട്ട് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പീസ് മറിച്ചിട്ടോണ്ടിരിക്കുക. ഉപ്പ് നോക്കുവാണ്. ഇതെങ്ങനെ ഉപ്പ് നോക്കണം ഫുൾ എടുത്ത്? മാസ്റ്റർ ഷെഫ് ഏകദേശം നമ്മൾ കളർ ആഡ് ചെയ്തിട്ടില്ല. കാശ്മീരി ചില്ലി അല്ലായിരുന്നു, അതുകൊണ്ട് ആ കളർ ഇങ്ങനെ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട്? ശ്രീയുടെ കേസിംഗ് പ്രോസസ് ആയിട്ടുണ്ട്. മാസ്റ്റർ ഷെഫ് അവിടെ ഭയങ്കര ക്ലീനിങ് പോർഷൻ പരിപാടിയിലേക്കാണ് ഇപ്പോൾ വരും. നമുക്ക് നമ്മളെല്ലാം കഴിച്ചിട്ട് എല്ലാവരുടെയും ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് പറയാം. പറക്കി വെക്കുന്നു, കൂടെ തിന്നുന്നു. മാസ്റ്റർ ഷെഫിന്റെ പീസും മയനീസും